ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ടെല്ലിങ്ങിലൂടെയും അനക്ഡോട്ട്സിലൂടെയും ഇംഗ്ലീഷ് പഠിക്കാമെന്നുള്ള നമ്മുടെ സീരീസിൻ്റെ ഭാഗമായിട്ടുള്ള വീഡിയോ ആണിത്. ഈ കഥയുടെ ആദ്യ ഭാഗം ഞാൻ പറയും. അത് നിങ്ങൾക്ക് അതുപോലെ പറയാൻ കഴിയുന്നുണ്ടോ, അതുപോലെ തന്നെ പറയണം നിർബന്ധമൊന്നുമില്ല, ഏതാണ്ട് അതുപോലെയൊക്കെ പറയാൻ കഴിയുന്നുണ്ടോ എന്ന് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക. എന്നിട്ടതിൻ്റെ ബാക്കിയുള്ള ഭാഗം ഞാൻ പറയും. ഹായ് ഫ്രണ്ട്സ്, ഐ എം ഗോയിങ് ടു ടെൽ യു ആൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. Please just listen to me. One day, two college boys were crossing a river in a boat. The ferryman was a layman. While rowing the boat, one of the college boys asked the ferryman, "Have you heard of Shakespeare?" Then the ferryman told the college boys, "Look, my children, I am an ordinary man. I am a layman. I didn't get any chance to go to school because of my poverty. So please don't ask me such big questions to me." എന്താണ് ഈ ഭാഗത്ത് നമ്മൾ പറഞ്ഞത്? ഒരു ദിവസം രണ്ട് കോളേജ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ കോളേജ് ബോയ്സ് ഒരു വഞ്ചിയിൽ പുഴ മുറിച്ച് കടക്കുകയായിരുന്നു. വഞ്ചി തുഴയുന്നതിനിടെ, എന്താ ഞാൻ പ്രയോഗിച്ച വാക്ക്? while rowing the boat, one of the college boys asked the ferryman. ആ കടത്തുകാരനോട്, ഫെറിമാൻ എന്ന് പറഞ്ഞാൽ വഞ്ചിക്കാരൻ എന്നാണ് അർത്ഥം, ആ വഞ്ചിക്കാരനോട് കോളേജ് വിദ്യാർത്ഥികളിൽ ഒരാൾ ചോദിച്ചു. വൺ ഓഫ് ദ കോളേജ് ബോയ്സ് ആസ്ക്ഡ് ദ ഫെറിമാൻ, ഹാവ് യു ഹേർഡ് ഓഫ് ഷേക്സ്പിയർ? നിങ്ങൾ ഷേക്സ്പിയറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ദ ഗ്രേറ്റസ്റ്റ് ഡ്രാമാറ്റിസ്റ്റ് ദ വേൾഡ് ഹാസ് എവർ സീൻ. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്ലേ റൈറ്റ് ആയിട്ടുള്ള, ഡ്രാമാറ്റിസ്റ്റ് ആയിട്ടുള്ള ഷേക്സ്പിയറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. വൺ ഡേ ടു കോളേജ് ബോയ്സ് വേർ ക്രോസിംഗ് എ റിവർ ഇൻ എ ബോട്ട്. ഒരു ദിവസം രണ്ട് കോളേജ് വിദ്യാർത്ഥികൾ ഒരു വഞ്ചിയിൽ പുഴ മുറിച്ച് കിടക്കുകയായിരുന്നു. വൈൽ റോയിങ് ദ ബോട്ട്. വൈൽ റോയിങ് ദ ബോട്ട് എന്ന് പറഞ്ഞാൽ വഞ്ചി തുഴയുന്നതിനിടെ, അതിനിടെ എന്നാണ് വൈൽ എന്നതിൻ്റെ അർത്ഥം. വൈൽ ഷേവ് ചെയ്യുന്നതിനിടെ, വൈൽ ഡ്രൈവ് ചെയ്യുന്നതിനിടെ. അപ്പോൾ വൈൽ റോയിങ് ദ ബോട്ട്, വഞ്ചി തുഴയുന്നതിനിടെ, വൺ ഓഫ് ദ കോളേജ് ബോയ്സ്, ആ പ്രയോഗം ശ്രദ്ധിക്കണേ, വൺ ഓഫ് ദ കോളേജ് ബോയ്സ്, കോളേജ് വിദ്യാർത്ഥികളിൽ ഒരാൾ, ആസ്ക്ഡ് ദ ഫെറിമാൻ, ഫെറിമാനോട് ചോദിച്ചു, ഹാവ് യു ഹേർഡ് ഓഫ് ഷേക്സ്പിയർ? നിങ്ങൾ ഷേക്സ്പിയറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ദ ഗ്രേറ്റസ്റ്റ് ഡ്രാമാറ്റിസ്റ്റ് ദ വേൾഡ് ഹാസ് എവർ സീൻ. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പേരുകേട്ട, ഏറ്റവും വലിയ പ്രശസ്തനായ ഡ്രാമാറ്റിസ്റ്റ് ഷേക്സ്പിയറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ദെൻ ദ ഫെറിമാൻ ടോൾഡ് ദം. അപ്പോൾ ഫെറിമാൻ അവരോട് പറഞ്ഞു, ലുക്ക് മൈ ചിൽഡ്രൻ, എൻ്റെ കുട്ടികളെ, ഐ ആം എൻ ഓർഡിനറി മാൻ, ഐ ആം എ ലേമാൻ, ഐ ഡിഡിൻറ്റ് ഗെറ്റ് എനി ചാൻസ് ടു ഗോ ടു സ്കൂൾ ബിക്കോസ് ഓഫ് മൈ പോവർട്ടി. എനിക്ക് സ്കൂളിലൊന്നും പോകാനുള്ള അവസരം കിട്ടിയിട്ടില്ല, ബിക്കോസ് ഓഫ് മൈ പോവർട്ടി, എൻ്റെ ദാരിദ്ര്യം കാരണം. സോ പ്ലീസ് ഡോണ്ട് ആസ്ക് മീ സച്ച് ബിഗ് ക്വസ്റ്റ്യൻ ടു മീ. അതുകൊണ്ട് അത്തരം വലിയ ചോദ്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത്. ദെൻ ദ കോളേജ് ബോയ് ലുക്ക്ഡ് ഹിം ഫ്രം ഹെഡ് ടു ഫുട്ട് വിത്ത് സ്കോൺ. അപ്പോൾ ആ കോളേജ് വിദ്യാർത്ഥി വഞ്ചിക്കാരനെ ഒന്ന് നോക്കി, അടിമുടി നോക്കി. അതിനെയാണ് നമ്മൾ ഫ്രം ഹെഡ് ടു ഫുട്ട് എന്ന് പറയുക. ദ കോളേജ് ബോയ് ലുക്ക്ഡ് ദ ഫെറിമാൻ ഫ്രം ഹെഡ് ടു ഫുട്ട് വിത്ത് സ്കോൺ, പുച്ഛത്തോടെ. എന്നിട്ട് പറഞ്ഞു, 1/3 ഓഫ് യുവർ ലൈഫ് ആസ് സ്പോയിൽഡ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ 1/3 നശിച്ചു പോയി, വെറുതെ ആയിപ്പോയി. ഷേക്സ്പിയറിനെ അറിയില്ലേ? നിങ്ങൾ എന്ത് മനുഷ്യനാ? 1/3 ഓഫ് യുവർ ലൈഫ് ആസ് സ്പോയിൽഡ്. ദെൻ ദ അതർ കോളേജ് ബോയ് ആസ്ക്ഡ് ദ ഫെറിമാൻ, ലീവ് ഇറ്റ്, ഷേക്സ്പിയറിനെ വിട്ടേക്ക്. ഹാവ് യു ഹേർഡ് ഓഫ് കാളിദാസ, ദ ഗ്രേറ്റസ്റ്റ് ഇന്ത്യൻ പോയറ്റ്? കാളിദാസനെ അറിയാമോ? കാളിദാസനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഹാവ് യു ഹേർഡ് ഓഫ് കാളിദാസ, അങ്ങനെയാണ് പറയുക. കാളിദാസനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഹാവ് യു ഹേർഡ് ഓഫ് ഷേക്സ്പിയർ, ഷേക്സ്പിയറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഹാവ് യു ഹേർഡ് ഓഫ് എന്ന് ചോദിക്കാം. ഹാവ് യു ഹേർഡ് ഓഫ് ഷേക്സ്പിയർ, നിങ്ങൾ ഷേക്സ്പിയറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കാളിദാസനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഹാവ് യു ഹേർഡ് ഓഫ് കാളിദാസ. ദെൻ ദ ഫെറിമാൻ ഗോട്ട് ആംഗ്രി. ഇത്രയും കേട്ടപ്പോൾ ഫെറിമാന് ദേഷ്യം പിടിച്ചു. എങ്ങനെ പറയാം? ദ ഫെറിമാൻ ഗോട്ട് ആംഗ്രി. എനിക്ക് ദേഷ്യം പിടിച്ചു എന്നെങ്ങനെ പറയാം? ഐ ഗോട്ട് ആംഗ്രി. ദ ഫെറിമാൻ ഗോട്ട് ആംഗ്രി, ഫെറിമാന് ദേഷ്യം പിടിച്ചു. ആൻഡ് ഹി ടോൾഡ് ദം, ഡിഡിൻറ്റ് ഐ ടെൽ യു ദാറ്റ് ഐ വാസ് ആൻ ഓർഡിനറി മാൻ? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഞാനൊരു സാധാരണക്കാരനാണെന്ന്?
So don't ask me such questions. Then the college boy looked him from head to foot again and told him, half of your life spoiled. Now their boat is in the middle of the river. ഇപ്പോൾ അവരുടെ ഈ വഞ്ചി എവിടെയാണെന്നറിയാമോ? പുഴയുടെ മധ്യത്തിലാണ്. Now their boat is in the middle of the river. Suddenly it began to rain with hurricane. Suddenly it began to rain with hurricane. Their boat began to flutter. Flutter means ആടി ഉലയുക. ഇപ്പോൾ അവരുടെ വഞ്ചി എവിടെയാണ്? Now their boat is in the middle of the river. The sky became overcast. ആകാശം മേഘാവൃതമായി. It began to rain with a hurricane. മഴ പെയ്യാൻ തുടങ്ങി. വെറും മഴയല്ല. It began to rain with a hurricane. ചുഴലിക്കാറ്റോടുകൂടി മഴ പെയ്യാൻ തുടങ്ങി. Their boat began to flutter. അവരുടെ ബോട്ട് ആടി ഉലയാൻ തുടങ്ങി. The college boys were scared. കോളേജ് വിദ്യാർത്ഥികൾ പേടിച്ചു. They were shivering with fear. അവർ പേടിച്ച് വിറക്കുകയായിരുന്നു. Then the ferryman asked them, why are you shivering just like kids? Don't you know how to swim? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പേടിച്ച് വിറക്കുന്നത്? Don't you know how to swim? നിങ്ങൾക്ക് നീന്താൻ അറിയില്ലേ? Then the college boys said unanimously, ഒന്നിച്ച് പറഞ്ഞു, ഐക്യകണ്ഠേന പറഞ്ഞു, ഒരേ സ്വരത്തിൽ പറഞ്ഞു. Unanimously means ഒരേ സ്വരത്തോടെ ഐക്യകണ്ഠേന പറഞ്ഞു, no we don't know that art. ഞങ്ങൾക്ക് ആ കല അറിയില്ല. Then the ferryman retorted, if so, full of your life is going to spoil. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മുഴുവൻ ജീവിതവും നശിക്കാൻ പോവുകയാണ്, വഞ്ചി മറിയാൻ പോവുകയാണ്, നിങ്ങളുടെ ജീവിതം നശിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ കഥ ഒരു പക്ഷേ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, നിങ്ങളുടെ മദർ ടങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, മാതൃഭാഷയിൽ ഈ കഥ കേട്ടിട്ടുണ്ടായിരിക്കും. ഇതിങ്ങനെ പലവട്ടം കേട്ട് പറഞ്ഞു നോക്കുക. അറിയാതെ ഇതിൽ ഒരുപാട് വേർഡ്സ് വരുന്നുണ്ട്, ഒരുപാട് നിങ്ങൾക്ക് ഫെമിലിയർ അല്ല, അത്ര ഫെമിലിയർ അല്ലാത്ത കുറേ വാക്കുകൾ വരുന്നുണ്ട്. ഒന്ന് ചുഴലിക്കാറ്റ്, നമ്മളതിൽ പുതിയ പഠിച്ച വാക്കാണ്. നിങ്ങളുടെ ഒക്കാബുലറി എന്ത് ചെയ്യും അറിയാതെ, ഇങ്ങനെ നിങ്ങൾ അറിയാതെ തന്നെ കഥയിലൂടെ ആകുമ്പോൾ വല്ലാതെ നമ്മൾ എന്ത് ചെയ്യില്ല, ഫോക്കസ് ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യും, അറിയാതെ നമ്മൾ ആ വാക്കുകൾ പഠിച്ചു പോകും. ഫെറിമെൻ എന്ന് പറഞ്ഞാൽ വഞ്ചിക്കാരനെയാണ് പറയുക. അതുപോലെ ഹറിക്കെയിൻ എന്ന് പറഞ്ഞാൽ ചുഴലിക്കാറ്റാണ്. സ്കോൺ എന്ന് പറഞ്ഞാൽ പുച്ഛം എന്നാണ്. ഫെറിമെൻ എന്ന് പറഞ്ഞാൽ കടത്തുകാരനാണ്. ഇങ്ങനെ ഒരുപാട് വാക്കുകൾ പഠിച്ചു. ഈ കഥ ഒന്ന് പറഞ്ഞു നോക്കാം. പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ആവർത്തിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. Swift English Academy, the authentic voice in spoken English.